അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വ്യാഴാഴ്ച. BJP നേതാവ് നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ NDA യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പിന്തുണച്ചു. JDUവും TDPയും പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു. എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളതെന്ന കാര്യത്തിൽ JDUവും TDPയും തീരുമാനം അറിയിച്ചതായും വിവരമുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച നടത്താൻ BJP നീക്കം. BJP MPമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. നാളെ പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുന്ന NDA MPമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജിക്കത്ത് നൽകി. രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ രാജി സ്വീകരിച്ചു. തുടർന്ന് കാവൽ മന്ത്രിസഭ തുടരാൻ രാഷ്ട്രപതി നിർദ്ദേശം നൽകി. രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങി. കേന്ദ്ര മന്ത്രിസഭയുടെ അവസാന യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് പോയത്. മൂന്നാം മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിപക്ഷമാകാൻ തീരുമാനിച്ച് ഇന്ത്യ സഖ്യം. ദില്ലിയിൽ ചേർന്ന സഖ്യകക്ഷികളുടെ യോഗം സർക്കാർ രൂപീകരണ ചർച്ചകൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാൻ തൽക്കാലം ശ്രമിക്കേണ്ടെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി സ്വീകരിക്കാനും ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഭരണഘടന സംരക്ഷണത്തിനൊപ്പം നിൽക്കാൻ താൽപര്യമുള്ള കക്ഷികൾക്ക് സഖ്യത്തിലേക്ക് വരാമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ഡൽഹിയിൽ ചേർന്ന NDA യോഗത്തിൽ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത് സ്പീക്കർ സ്ഥാനം മുതൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വരെയെന്ന് റിപ്പോർട്ടുകൾ. ലോക്സഭാ അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് 8 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും. സ്പീക്കർ സ്ഥാനവും 3 ക്യാബിനറ്റ് പദവികളുമാണ് JDU ആവശ്യപ്പെട്ടതെന്നാണ് സൂചന. ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം LJP നേതാവ് ചിരാഗും ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതിൻ റാം മഞ്ചിയും JDS നേതാവ് HD കുമാരസ്വാമിയും ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും ശിവസേന നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയും യോഗത്തിൽ ചോദിച്ചുവെന്ന വിവരമുണ്ട്. കഴിഞ്ഞ മാസം അവസാനം കൊച്ചി നഗരത്തെ വെള്ളത്തിൽ മുക്കിയ കനത്ത മഴ മേഘവിസ്ഫോടനം തന്നെയെന്ന് സ്ഥിരീകരിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കളമശ്ശേരിയിലെ മഴമാപിരിയിൽ അന്ന് 1 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 100 മില്ലിമീറ്റർ മഴയായിരുന്നു. 28-നായിരുന്നു കൊച്ചി നഗരത്തിൽ ശക്തമായ മഴയും വെള്ളക്കെട്ടും രൂപപ്പെട്ടത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ മേഘവിസ്ഫോടനമാണിത്. UDFന് അനുകൂലമായ ജനവിധി ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടു. സർക്കാരിന്റെ വീഴ്ചകളും ജനദ്രോഹ നടപടികളും തുറന്നുകാട്ടുന്നതിൽ UDF വിജയിച്ചു. കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് സമ്മതിക്കുന്ന മുഖ്യമന്ത്രി അതിന്റെ കാരണങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വരാനോ ചോദ്യങ്ങളെ നേരിടാനോ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി വിലയിരുത്താൻ CPM 5 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ വിളിച്ചു. ഇടത് മുന്നണിയുടെ അടിത്തറ ഭദ്രമെന്നും UDFന്റെ വോട്ടാണ് കൂടുതൽ പോയതെന്നും MV ഗോവിന്ദൻ ന്യായീകരിച്ചു. സംസ്ഥാന ഭരണം വിലയിരുത്തിയിട്ടില്ല എന്ന് പറയാനാവില്ലെന്ന് CPI തുറന്നടിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തിളക്കമുള്ള വിജയം സ്വന്തമാക്കിയ BJP നേതാവ് സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം നൽകി തൃശൂർ. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോ കടന്നുപോയത്. തൃശൂരിനെ ഹൃദയത്തിൽ വെച്ച് പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊല്ലത്ത് നേടിയത് രാഷ്ട്രീയ വിജയമെന്ന് NK പ്രേമചന്ദ്രൻ. അപകീർത്തികരമായ ആരോപണം തന്നെയാണ് കൊല്ലത്ത് തനിക്കെതിരെ ഇത്തവണ നടന്നത്.
താൻ BJP-യിൽ പോകുമെന്ന് CPM വ്യാജ പ്രചാരണം നടത്തി. അതെല്ലാം പൊളിഞ്ഞുവെന്നും കൊല്ലത്ത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷ ന്യൂനപക്ഷ സമൂഹം ഒന്നാകെ UDF-നെ പിന്തുണച്ചു. കൊല്ലത്ത് ഉൾപ്പെടെ LDF-ൽ നിന്നും UDF-ൽ നിന്നും BJP-യിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടായി. ഇത് ഗൗരവതരമാണെന്നും കർശനമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ മുഖ്യപ്രതി K. രതീശൻ, ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് പങ്കാളി മഞ്ഞക്കണ്ടി ജബ്ബാർ എന്നിവർ പിടിയിലായി. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് ഇരുവരും പിടിയിലായതെന്നാണ് വിവരം. നേരത്തെ കേസിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പിൽ കഴിഞ്ഞ മാസം 13-നായിരുന്നു പോലീസ് കേസെടുത്തത്. 3 പങ്കാളികളെ ആദൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി മുസ്ലിം ലീഗിനെതിരായ നീക്കം മയപ്പെടുത്തി. ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് മികച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിലാണ് പിന്മാറ്റം. തെരഞ്ഞെടുപ്പിൽ CPM-നെ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുഖം പ്രതികരിച്ചു. പത്തനംതിട്ട CPM-ൽ പരസ്യ പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന സൂചന നൽകി ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ചാണ് ഏരിയ കമ്മിറ്റി അംഗമായ അൻസാരി അസീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ എന്നായിരുന്നു പോസ്റ്റ്. എന്നാൽ തോൽവിക്ക് പിന്നാലെ ഇട്ട പോസ്റ്റ് വിവാദമായതോടെ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. പത്തനംതിട്ടയിൽ 66,119 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തോൽപ്പിച്ചത്. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. അതേസമയം തൃശൂരിൽ K. മുരളീധരൻ ഉന്നയിച്ച കാര്യങ്ങൾ പാർട്ടി സമഗ്രമായി പഠിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് തോൽക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷത്തിന്റെ റോൾ മാധ്യമങ്ങൾ എടുത്തു. മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധ നിലപാടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതിന്റെ കാരണം എന്താണെന്ന് സർക്കാർ ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് ഷാഫി പറമ്പിൽ. തന്നെ ഉമ്മൻചാണ്ടിയുമായി താരതമ്യം ചെയ്തുള്ള വിലയിരുത്തലുകൾ വിവരക്കേടാണെന്ന് ഷാഫി പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഷാഫി വിജയത്തിന് ശേഷവും ആദ്യമെത്തിയത് അവിടേക്ക് തന്നെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുമെന്ന് അവകാശപ്പെട്ട ഷാഫി സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്നും പറഞ്ഞു. KSRTC സ്റ്റുഡൻസ് കൺസെഷൻ ആപ്പ് ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും. സർക്കാർ അർദ്ധ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം KSRTC പ്രസിദ്ധീകരിച്ചിരുന്നു. വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. സ്ഥാപനങ്ങളുടെ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത പട്ടിക പ്രസിദ്ധീകരിച്ചെന്ന് KSRTC അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFE-യുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി ഇനി ആഘോഷ ചിട്ടി. തമിഴ്നാട്ടിലുണ്ടായ തിരിച്ചടി BJP-യുടെ പരാജയമായി കാണുന്നില്ലെന്നും ഇപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചെന്നും K. അണ്ണാമലൈ. ഒഡീഷയിൽ നേടിയ ജയം തമിഴ്നാട്ടിലും BJP ആവർത്തിക്കുമെന്നും എന്റെ അച്ഛൻ കരുണാനിധി ആയിരുന്നെങ്കിൽ ഞാനും ജയിച്ചേനെയെന്നും അണ്ണാമലൈ പറഞ്ഞു. എന്റെ അച്ഛൻ ഒരു സാധാരണ കർഷകനാണെന്നും സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അച്ഛൻ പഠിപ്പിച്ചതെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിനേറ്റ തിരിച്ചടിയിൽ അമ്പരിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് താൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് ഫട്നാവിസ് പ്രഖ്യാപിച്ചത്. മഹാവികാസ് അഘാഡിക്ക് സഹതാപ വോട്ടുകൾ ലഭിച്ചെന്നും അതാണ് BJP സഖ്യത്തിന് തിരിച്ചടിയായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫട്നാവിസ് രാജിവെക്കില്ലെന്ന് BJP നേതാവും മന്ത്രിയുമായ ഗിരീഷ് മഹാജൻ വ്യക്തമാക്കി. സ്വയം പ്രഖ്യാപിത ചാണക്യൻ സ്വയം വിരിച്ച വലയിൽ കുടുങ്ങിയെന്നും ഇപ്പോൾ സഖ്യത്തിനായി പിച്ചച്ചട്ടിയുമായി ഇരക്കുകയാണെന്നും പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിനെയും JDU-വിന്റെ നിതീഷ് കുമാറിനെയും പഴയ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നിരുന്നു. BJP എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയതെന്ന് ഓർക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. അസമിലെ ദുബ്രി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഖീബുൽ ഹുസൈന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ജയം. AIUDF നേതാവ് ബദറുദ്ദീൻ അജ്മലിനെ
10,12,476 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത്. ബദറുദ്ദീൻ അജ്മലിന് 4,59,409 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഖീബുൾ ഹുസൈന് 14,71,885 വോട്ടുകളാണ് ലഭിച്ചത്. ഡൽഹിയിലേക്കുള്ള വിമാനയാത്രയിൽ നിതീഷ് കുമാറിനൊപ്പം ഇരിക്കുന്ന ചിത്രം പുറത്തുവന്നതിൽ വിശദീകരണവുമായി തേജസ്വി യാദവ്. നിതീഷ് കുമാർ വിളിച്ച് അടുത്തിരുത്തിയതാണ് എന്നാണ് തേജസ്വിയുടെ പ്രതികരണം. വ്യാഖ്യാനങ്ങൾ വേണ്ടെന്നും തേജസ്വി വ്യക്തമാക്കി. NDA യോഗത്തിനായാണ് നിതീഷ് വിമാനത്തിൽ കയറിയത്. തേജസ്വി ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാനായാണ് ഡൽഹിയിലേക്ക് പോയത്. ജനാധിപത്യത്തെയും ഭരണഘടനയെയും അപകടത്തിലാക്കുന്നവരെ പിന്തുണയ്ക്കാൻ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും തയ്യാറാവുമെന്ന് കരുതുന്നില്ലെന്ന് ശിവസേന വക്താവ് സഞ്ജയ് റാവുത്ത്. നായിഡുവും നിതീഷും എല്ലാവരുടെയും സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി തള്ളി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 7 ദിവസത്തേക്ക് ജാമ്യം നീട്ടണമെന്നായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാഞ്ഞ കോടതി കെജ്രിവാളിനെ വൈദ്യപരിശോധന നടത്താൻ അധികൃതരോട് നിർദ്ദേശിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ജൂൺ 19 വരെ നീട്ടുകയും ചെയ്തു. 2020 ലോകകപ്പിൽ അയർലൻഡിനെ 8 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡിനെ 16 ഓവറിൽ 96 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 12.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. 37 പന്തിൽ 52 റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് ഇന്ത്യയുടെ ജയം എളുപ്പമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.